രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേള സമാപനത്തിലേക്ക്. ഉദ്ഘാടന ദിവസം മുതൽ മേള കണ്ടാസ്വദിക്കാനും വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ തേടിയും ആയിരങ്ങളാണ് ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത്. ചതുരശ്ര അടിയിൽ അത്യാധുനിക ജർമ്മൻ ഹാങ്ങറിൽ ഒരുങ്ങിയ പവലിയനിൽ 200 ശീതീകരിച്ച സേവന വിപണന സ്റ്റാളുകളാണുള്ളത്. രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെയാണ് പ്രവർത്തനം. സർക്കാർ സേവന വിപണന സ്റ്റാളുകൾ കൂടാതെ സ്വകാര്യ സംരംഭകരും മേളയിലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് തുടങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകളെ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്ന പവലിയനിലെ കാഴ്ചകൾ അത്യന്തം കൗതുകകരമാണ്. ഭാവിയിലെ സാങ്കേതിക വിദ്യകളുടെ പരിവർത്തനാത്മകമായ സ്വാധീനത്തെക്കുറിച്ച് അറിവ് പകരുന്നതാണ് ഈ പവലിയൻ എന്ന് സിഇഒ അനൂപ് അംബിക പറയുന്നു. ഈ പൊതുജനങ്ങൾക്ക് കുറേ പേര് നമുക്ക് എൻക്വയറി ആയിട്ട് വന്നു, ഞങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫണ്ടുകളുടെ കാര്യത്തിൽ കഴിഞ്ഞാലും അല്ലാതെ ഇൻക്യുബേഷൻ സപ്പോർട്ട്, അതായത് സ്പേസ് കൊടുക്കുന്ന കാര്യങ്ങളിലായിരുന്നു കഴിഞ്ഞാലും എല്ലാം നമ്മളെ വളരെയധികം പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾ ഇത് അറിയുക, അവരുടെ നല്ല നല്ല ഐഡിയാസുമായിട്ട് നമ്മുടെ അടുത്ത് വരിക, നമുക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്തത്. ആ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അത് എങ്ങനെ നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്യമം എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള സെൽഫ് ഡിഫൻസ് പരിശീലനത്തിലൂടെ സ്ത്രീകളുടെ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ASIമാരായ സുലേഖയും ആശയും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? വീക്കർ പോയിന്റ് പറഞ്ഞില്ലേ? എനിക്ക് എവിടെയാ ഈ വീക്കർ പോയിന്റ് കിട്ടുക? കണ്ണ് കിട്ടൂലേ? ഒരേ ഉയരക്കാരാണെങ്കിൽ മുന്നോട്ടൊന്ന് അഞ്ഞിട്ട് തല കൊണ്ടൊരു ഇടി കൊടുക്കാം മൂക്കിന്, അല്ലെങ്കിൽ കൈകള് എവിടെയെങ്കിലും കിട്ടും. ഇത് പറ്റിയില്ലെങ്കിൽ ഒന്ന് തിരിയാൻ പറ്റിയാൽ സംസ്ഥാനത്ത് തന്നെ കടൽത്തീരം ഏറ്റവും അധികമുള്ള ജില്ലയിൽ തീരദേശ സംരക്ഷണത്തിനായി സർക്കാർ നടത്തിയിട്ടുള്ള പദ്ധതികളുടെ മാതൃകയും പ്രദർശനത്തിനുണ്ട്. അധികം എക്സ്ട്രീം കണ്ടീഷനുള്ളിടത്താണ് ടീ പുലിമുട്ടിടുന്നത്. മറ്റേത് സാധാരണ കണ്ടീഷൻ സമയത്താണ് ടീ ഇടുന്നത്. നല്ല മണ്ണ് കടൽ കയറി നല്ല രീതിയിൽ മണ്ണിറങ്ങുമ്പോഴാണ് ഈ ടീ പുലിമുട്ടിടുന്നത്. കേരളത്തിന്റെ വികസനങ്ങൾ കണ്ടറിയാനുള്ള സൗകര്യങ്ങൾ വിവിധ വകുപ്പുകൾ പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യമേളയും വിവിധ വിപണന സ്റ്റാളുകളിൽ ഒരുക്കിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളും മേളയുടെ ആകർഷണങ്ങളാണ്. സന്ദർശകർക്ക് ആശയക്കുഴപ്പമില്ലാതെ സ്റ്റാളുകൾ ചുറ്റി നടന്ന് കാണാൻ പാകത്തിനാണ് പവലിയനിലുള്ളിലെ ക്രമീകരണങ്ങൾ. ഭിന്നശേഷിക്കാരായ സന്ദർശകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് പ്രത്യേക റാമ്പും ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രദർശന മേളയ്ക്കെത്തുന്ന കുട്ടികൾക്കായി 5000 ചതുരശ്ര അടിയിൽ വിശാലമായ കളിസ്ഥലവും ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ 1500 ചതുരശ്ര അടിയിലുള്ള സിനിമാ തിയേറ്ററും പ്രദർശനമേളയോട് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു. സെൽഫ് ഡിഫൻസ് മുതൽ റോബോട്ടിക് ടെക്നോളജി വരെ ഇവിടെ വിവരിക്കുന്നുണ്ട്. വെറുമൊരു പ്രദർശന നഗരി മാത്രമല്ല ഇത്, മറിച്ച് ജനങ്ങൾക്ക് വേണ്ട അവശ്യ സേവനങ്ങൾ കൂടി ഈ സ്റ്റോളുകളിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.